ഈ അടുത്തിടെ ഉത്ഭവിച്ച ടേസ്റ്റ് കൊണ്ട് വളരെയധികം പ്രചാരം കിട്ടിയൊരു റെസിപ്പിയാണ് ഇന്ന്. കാസർഗോഡുകാരുടെ സ്വന്തം മസാല മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതിനു വേണ്ടി മുറുക്ക് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ അതെടുക്കാം. ഏത് തരത്തിലുള്ള ഫ്രൈസും ഇതിനു വേണ്ടി എടുക്കാം കേട്ടോ. നമ്മുടെ കപ്പ ചിപ്സോ പൊട്ടാറ്റോ ചിപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാം. മസാല സെയിം തന്നെയാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൽ പോലും ഈ മസാല നന്നായിട്ട് ചേരും. ഈ മുറുക്ക് സൈസിൽ വലുതായതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് പല പല പീസുകളാക്കി ഇടുന്നുണ്ട്. ചെറിയ മുറുക്കാണെങ്കിൽ അതേപടി വെക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിലും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഈന്തപ്പഴം ഒരു 8-10 എടുത്തിട്ടുണ്ട്. അതിന്റെ കുരു കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ. ഇനി ഇത് നമുക്ക് ചെറിയൊരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ഈ മുളക് പൊടി കൂട്ടോ കുറയ്ക്കോ ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ വിനാഗിരി ചേർക്കണോന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലെ. പക്ഷെ വിനാഗിരി ചേർക്കുമ്പോൾ ഒരു കിക്കിംഗ് ടേസ്റ്റ് കിട്ടും. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നീട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. ഈ അളവ് ഇൻഗ്രീഡിയൻസിന് വെള്ളം എത്ര മതി കേട്ടോ, എന്നാലേ മുറുക്കിലൊക്കെ ഇത് പിടിച്ചു കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് മുറുക്കിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് ആ മുറുക്കിന്റെ എല്ലാ പീസസിലേക്കും പെരണ്ട് വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോ മുറുക്കിലൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ മസാല മുറുക്കില് അല്ലെങ്കിൽ മസാല ചക്ലി എന്നും പറയൂട്ടോ അവര്. ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്റേതായിട്ട് ഞാൻ 2 ഇൻഗ്രീഡിയന്റും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വല്യുള്ളിയും ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഇതിന് ഒരു നല്ലൊരു ടേസ്റ്റും കൂടെ വരും കേട്ടോ. ഈ ശബ്ദം കേട്ടില്ലേ? ശബ്ദം മാത്രമേ കേൾപ്പിച്ചു തരാൻ പറ്റുള്ളൂ. ഇതിന്റെ ടേസ്റ്റ് അറിയിച്ചു തരാൻ പറ്റില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീട്ടില്. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലൊരു കടിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.